നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. സ്വന്തം സഹോദരന് ഒരു കുഞ്ഞു പിറക്കാൻ പോകുന്നെന്നറിഞ്ഞപ്പോ അപ്പച്ചിയായി ഞാൻ ചിരിക്കണോ കരയണോ എന്നറിയാൻ വയ്യാത്ത അവസ്ഥയിലായി. പക്ഷേ വർഷയുടെ കാര്യം ആലോചിക്കുമ്പോ ഇവളെ വളർത്തണം, പഠിപ്പിക്കണം, നല്ലൊരാളെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചയക്കണം എനിക്ക്. ഒന്നോർത്താ എന്റെ ജാതകദോഷം ദേവോളുടെ ഭാവിക്ക് നല്ലതാ. ഏതായാലും ജാതകദോഷമുള്ളൊരു പെണ്ണിനെ, പ്രത്യേകിച്ച് ഒരു കുട്ടിയുടെ ബാധ്യത കൂടി ഉള്ളപ്പോ ആരും കല്യാണം കഴിക്കാൻ വരില്ലല്ലോ. പ്രകാശേട്ടനും മനോജും കൂടി കുത്തുവാക്ക് പറഞ്ഞ് പ്രതികരിക്കുന്നതിൽ എന്താ തെറ്റ്? അല്പസ്വല്പം സ്വാർത്ഥതയുണ്ടെങ്കിലും പ്രകാശേട്ടനും മനോജിനും ഒരു കൂടപ്പിറപ്പ് കെട്ടുദോഷം തീരാതെ നിൽക്കുന്നതിന്റെ സങ്കടം കാണും. അതാ അവര് ദേവോളെ രാജിക്ക് വിട്ടുകൊടുക്കാൻ പറയുന്നത്. എന്റെ ദേവോളെ വിട്ടുകൊടുത്തിട്ട് കിട്ടുന്ന ഒരു സൗഭാഗ്യവും എനിക്ക് വേണ്ട. ഇതെന്റെ മോള. വർഷയെ പോലെ തന്നെ എന്റെ ഹൃദയത്തിന്റെ ഒരു ഭാഗം തന്നെ ദേവോളും. ദേവോൾക്ക് ഞാനുണ്ട്. പക്ഷെ എന്റെ വർഷമോളെ രക്ഷിക്കാൻ ആരാ ഉള്ളത്? എനിക്കെന്റെ വർഷമോളെ രക്ഷിക്കണം. അതിന് ശ്യാമിന് മാത്രമേ കഴിയൂ. സ്വിച്ച് ഓഫ് ആണ്. ശ്യാമിനൊരു വോയിസ് മെസ്സേജ് അയക്കാം. ശ്യാമേ, ഞാൻ വർഷയുടെ ചേച്ചിയാ, വന്ദന. നിന്നെ എനിക്ക് അത്യാവശ്യമായിട്ടൊന്ന് കാണണം. അത്രയ്ക്ക് പ്രധാനപ്പെട്ടൊരു കാര്യമായതുകൊണ്ടാ. ഈ മെസ്സേജ് കേട്ട ഉടനെ നീ മറുപടി പറയണേ. പാവം വർഷ, കൂടെയുള്ളത് കൊടിയ വിഷമുള്ള ക്രിമിനലാണെന്ന് അവൾ അറിയുന്നില്ലല്ലോ. ഇപ്പൊ എന്റെ കുഞ്ഞ് എന്ത് ചെയ്യാവും?
അയ്യോ, അപ്പു മൂത്രമൊഴിച്ചു. ഈ ഹരിതാന്റിന്റെ ഭാവിക്കൊരു വൃത്തിയില്ലല്ലോ. ഹരിതയുടെ പിറക്കാത്ത കുഞ്ഞിനെ മോള് സ്വപ്നം കണ്ടു തുടങ്ങി. പുതിയൊരു കളിക്കൂട്ട് കിട്ടുന്ന സന്തോഷത്തിലാ പാവം തീയ. ഇവിടെ ഇപ്പോ എല്ലാവർക്കും സന്തോഷ. ഒരു പേരക്കുട്ടി കൂടി പിറക്കാൻ പോകുന്നല്ലോ എന്ന സന്തോഷാണ് അച്ഛനും അമ്മയ്ക്കും. താനൊരു അച്ഛനായല്ലോ എന്ന അഭിമാനമാണ് മനോജിന്. മനോജിനെ കാണുമ്പോ പകയോടെ പല്ല് കടിക്കുന്ന ഹരിതയുടെ അച്ഛന് ഇനി അലിവോടെ ചേർത്ത് പിടിക്കേണ്ടി വരും. തന്റെ സ്വത്തുക്കൾക്ക് ഒരു അനന്തരാവകാശിയെ കൂടി തന്ന മരുമകന്. ഹരിതയുടെ അച്ഛന് പൂർണ്ണ മനസ്സോടെ അംഗീകരിക്കേണ്ടി വരും. അച്ഛനും അമ്മയ്ക്കും വിനുവേട്ടനും ഒരു പിഞ്ചു കുഞ്ഞിന്റെ കൂട്ട് ആശ്വാസമായിരിക്കും. എല്ലാവർക്കും സന്തോഷം. സന്തോഷിക്കട്ടെ. സ്വന്തം സഹോദരന് ഒരു കുഞ്ഞ് പിറക്കാൻ പോകുന്നെന്നറിഞ്ഞപ്പോ അപ്പച്ചിയായി ഞാൻ ചിരിക്കണോ കരയണോ എന്നറിയാൻ വയ്യാത്ത അവസ്ഥയിലായി. പക്ഷേ വർഷയുടെ കാര്യം ആലോചിക്കുമ്പോ ഉള്ളിലൊരു നീറ്റല. പാവം, അവളെ ആ ദുഷ്ടന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുത്തണം. കാര്യങ്ങളെല്ലാം അച്ഛനോടും അമ്മയോടും പറഞ്ഞാലോ? അല്ലെങ്കിൽ വേണ്ട, അവരുടെ സന്തോഷം കൂടി കെടുത്തുന്നത് എന്തിനാ? വന്നേ, ഇവിടെ വാ. കണ്ടില്ലേ, മാറാലയും ചെലന്തി വലയും ക്ഷുദ്രജീവികളും എല്ലാം കൂടുകൂട്ടിയിരിക്കുന്ന അവസ്ഥ കണ്ടോ? എടി, കണ്ടില്ലേ? ദേ അവിടെ. അച്ഛമ്മേ, ദേ വരുന്ന ആരാ നോക്കിയേ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.